Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM 4 സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് 2. ഓൾറെഡി നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ, ദെൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങൾ, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ കാണാം, പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം MCOM-ന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പാർട്ട് ബിയിൽ 7 ചോദ്യങ്ങളിൽ സാധാരണ 4 പ്രോബ്ലംസും 3 തിയറിയാണ് വരാറ്. കഴിഞ്ഞ പ്രാവശ്യം മാത്രം 4 തിയറിയും 3 പ്രോബ്ലമാണ് കേട്ടെ. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് 4 പ്രോബ്ലംസും 3 തിയറിയുമാണ്. പ്രോബ്ലംസ് കൂടുതൽ വരുന്നതാണ് നല്ലത്, കാരണം വരുന്ന പ്രോബ്ലംസ് പാർട്ട് ബിയിൽ കംഫർട്ടബിളും ചെറിയ പ്രോബ്ലംസ് ആണ് വരാറ്. അങ്ങനെയാകുമ്പോൾ കുട്ടികൾക്ക് സ്കോർ ചെയ്യാനുള്ള സാധ്യത അവിടെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് പല അസസ്മെൻറ്റുകളാണ് അല്ലേ. അസസ്മെൻറ്റ് ഓഫ് ഫേം, അസസ്മെൻറ്റ് ഓഫ് AOP ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, അസസ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ട്രസ്റ്റ്, പിന്നെ കമ്പനി. ഈ 5 ടോപ്പിക്കിൽ ഏതെങ്കിലും 4 എണ്ണത്തിൻ്റെ പ്രോബ്ലമാണ് സാധാരണ വരാറ് അസസ്മെൻറ്റ്, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ടാക്സബിൾ ഇൻകം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടാക്സബിൾ ഇൻകം 4 എണ്ണത്തിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ടാക്സബിൾ ഇൻകം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി റിപ്പീറ്റ് ആണ്, ബിക്കോസ് 3 വെയിറ്റേജിന് പറ്റിയ ടോപ്പിക്കാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. സോ കോപ്പറേറ്റീവ് സൊസൈറ്റി നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓക്കെ, കോപ്പറേറ്റീവ് വളരെ ഈസിയാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി, അതിൻ്റെ ടാക്സബിൾ ഇൻകം കാണാൻ. അതുപോലെ തന്നെ ട്രസ്റ്റിൻ്റെ, ദെൻ ഫേമിൻ്റെ 4 എണ്ണം ചിലപ്പോൾ ഇങ്ങനെ തന്നെ വരാറുണ്ട്. ഫേമിൻ്റെ, പിന്നെ AOP ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. അപ്പോൾ ഇത്ര ഇതിൽ നിന്ന് തന്നെ 4 ചോദ്യങ്ങൾ പ്രോബ്ലം. പിന്നെ കമ്പനിയുടെ വരും, അത് ഞാൻ സെപ്പറേറ്റ് ഇടാൻ വെച്ചിട്ടാ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ടോണി ടാക്സേഷൻ സെപ്പറേറ്റ് പ്രോബ്ലം വരാറുള്ളതാണ്. ടാക്സബിൾ ഇൻകം ഓഫ് കമ്പനി, അത് ചെറിയ ടോപ്പിക്കായിട്ട് വരും. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു ടോണേജ് ടാക്സ്, അതിൻ്റെ പ്രോബ്ലം, അതിൻ്റെ തിയറിയും വരും. പ്രോബ്ലവും വരും, അതിൻ്റെ തിയറിയും വരും. ഞാൻ തിയറി സെപ്പറേറ്റഡ് ആവും, പ്രോബ്ലം. അപ്പോൾ ഇങ്ങനെ ആദ്യത്തെ 5 ചാപ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ 4 പ്രോബ്ലംസ് അങ്ങനെ വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ എടുത്തു പറയാനുള്ള മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമുക്ക് ഈ അതിൽ പിന്നെ കമ്പനിയിൽ എടുത്തു പറയാനുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് 115 JB കമ്പനിയുടെ പ്രോബ്ലം ഉണ്ട്. അത് സെപ്പറേറ്റ് അങ്ങനത്തെ ക്വസ്റ്റ്യൻ എടുത്ത് ചോദിക്കാറുണ്ട്. കമ്പനിയുടെ തന്നെ പ്രോബ്ലം, കമ്പനിയുടെ തന്നെ അസസ്മെൻറ്റ് ഓഫ് കമ്പനിയുടെ തന്നെ പ്രോബ്ലത്തിൽ 115 JB എടുത്ത് ചോദിക്കാറുള്ളതാണ് ആ ഒരു പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നിർബന്ധമായും 5 ചാപ്റ്റർ ആദ്യത്തെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മെജോറിറ്റി പാർട്ട് ബിയിലുള്ള പ്രോബ്ലംസ് കിട്ടാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ്. അത് കംഫർട്ടബിളാണ്. ഞാൻ പറഞ്ഞു കോപ്പറേറ്റീവ് സൊസൈറ്റി, ട്രസ്റ്റ് എന്തായാലും വരാറുണ്ട്, ഫേം ഇടാറുണ്ട്, AOP ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. പിന്നെ കമ്പനിയിലേക്ക് വരുമ്പോൾ ടോണി ടാക്സേഷൻ പ്രോബ്ലം ഇടാറുണ്ട്. കമ്പനിയുടെ ടാക്സബിൾ ഇൻകം കാണാൻ വേണ്ടിയിട്ട് SCക്കാണ് കൂടുതൽ, ബട്ട് ചെറിയ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ചിലപ്പോൾ പാർട്ട് ബിയിലിടാറുണ്ട്. ദെൻ 115 JBനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം സെപ്പറേറ്റ് പലപ്പോഴും വരാറുള്ളതാണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് പ്രോബ്ലംസ് ശരിക്കും പറഞ്ഞാൽ ആദ്യം പറയാനുള്ളത്. പിന്നെ തിയറിയുടെ ഏരിയയിലോട്ട് കൂടുതൽ വരുന്ന സമയത്ത് 6ാമത്തെ ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പാർട്ട് ബിയിൽ നമുക്ക് നിർബന്ധമായും പ്രതീക്ഷിക്കാം. ടാക്സ് പ്ലാനിങ് റിലേറ്റഡ് ടു ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് റിപ്പയർ
റീപ്ലേസ്മെൻറ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആൻഡ് റിനോവേഷൻ ഇല്ലേ, ആൻഡ് എന്താണ് റിനോവേഷൻ ഓഫ് എൻ അസെറ്റ്, ആൻഡ് റിനോവേഷൻ ഓഫ് ആൻ അസെറ്റ്. അപ്പോൾ റിപ്പയർ ഓർ റീപ്ലേസ്മെൻറ്റ് അതാണ് സംഭവം, ചാപ്റ്റർ നമ്പർ 6 അത് ചോദിക്കാം. അതുപോലെ തന്നെ എന്താണ് സെപ്പറേറ്റ് ഞാൻ വേണമെങ്കിൽ ഇട്ട് തരാം. മേക്ക് ഓർ ബൈ, അതുപോലെ തന്നെ ഷട്ട് ഡൗൺ ഓർ കണ്ടിന്യൂ, അതുപോലെ തന്നെ ഓൺ ഓർ ലീസ്. ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇതിലേ ഏതെങ്കിലും ഒരെണ്ണം തിയറി ആയിട്ട് മസ്റ്റായിട്ട് വരാറുണ്ട്. റിപ്പീറ്റ് ആണ് പാർട്ട് ബിയിൽ തിയറി ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് ഈ കുറച്ച് ഏരിയാസിൽ നിന്നാണ്. ഇനി ചാപ്റ്റർ നമ്പർ 7 നമ്മൾ തിയറി കാണുന്നത് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ, AT-IAB അതിൻ്റെ ഡിഡക്ഷൻസ് ആണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. സ്പെഷ്യൽ ഇക്കണോമിക് സോണിൻ്റെ തിയറിയാണ് പലപ്പോഴും നമ്മൾ കാണാറ് കേട്ടോ. സ്പെഷ്യൽ ഇക്കണോമിക് സോൺ അതിൻ്റെ ഡിഡക്ഷൻസ് AT-IAB സെക്ഷൻ 80IAB. ഓക്കെ, നോക്കിയിരിക്കണം. ഓക്കെ, ഡിഡക്ഷനാണ്, അത് മറ്റൊരു ടോപ്പിക്ക്. പിന്നെ നമ്മൾ അമാൽഗമേഷൻ്റെ തിയറി ഇല്ലേ ചാപ്റ്റർ നമ്പർ 6 ഞാൻ 288 പറഞ്ഞാണ്, അതും എടുത്ത് ചോദിക്കാറുണ്ട്. അമാൽഗമേഷൻ അതിൻ്റെ തിയറി കേട്ടോ. അതുപോലെ തന്നെ അമാൽഗമേഷനും പിന്നെ ടാക്സ് ഇൻസെൻറ്റീവ് ടു അമാൽഗമേറ്റഡ് കമ്പനി ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ടാക്സ് ഇൻസെൻറ്റീവ്സ് അതിനെ പറ്റിയിട്ടുള്ള തിയറി നോക്കുക. പിന്നെ ഡീമർജർ നോക്കുക. അതും തിയറി ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ആദ്യത്തെ ചാപ്റ്ററിൽ നമുക്ക് 184ൻ്റെ കണ്ടീഷൻസ് ഉണ്ട്, അത് പലപ്പോഴും വരാറുള്ളതാണ്. ഫേമിൻ്റെ കണ്ടീഷൻസ് ടു അസസ് എ ഫേം ആസ് എ പാർട്ട്ണർഷിപ്പ് firm under section 184. ഓക്കെ, 184ൻ്റെ കണ്ടീഷൻസ് എന്തെങ്കിലും നോക്കിയിരിക്കണം കേട്ടോ. നമുക്ക് റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ള ഒരു ചോദ്യമാണ്. പിന്നെ ഞാൻ ടോണേറ്റ് ടാക്സേഷൻ്റെ പ്രോബ്ലം അതിൻ്റെ തിയറി നോക്കണം കേട്ടോ. ഞാനിപ്പോൾ തന്നെ സെപ്പറേറ്റ് പറയാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ല. അതിൻ്റെ തിയറിയും നോക്കിയിരിക്കണം. അത് 288 അതല്ലെങ്കിൽ ഈ പാർട്ട് ബിയിലോ പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ള ഒന്നാണ് കേട്ടോ. ഇനി അസസ്മെന്റ് ഓഫ് ട്രസ്റ്റിന്റെ പ്രോബ്ലം ഞാൻ പറഞ്ഞു, അതിന്റെ തിയറി നോക്കി വെക്കുക. നമ്മൾ പിന്നെ കണ്ടിട്ടുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ടാക്സ് പ്ലാനിങ് ഇൻ റിലേഷൻ ടു, ഇപ്പം നമ്മൾ ഓൺ ഓർ ലീസ്, മേക്ക് ഓർ ബൈ, അതിൽ തന്നെ നമുക്ക് ലാസ്റ്റ് ഡിവിഡൻഡ്, അതുപോലെ തന്നെ ബോണസ് ഇഷ്യൂ, അങ്ങനെ ലാസ്റ്റ് ഏരിയയിൽ കുറച്ച് കാണാം. അതും സെപ്പറേറ്റ് ചോദിക്കാം. ടാക്സ് പ്ലാനിങ് എന്താണെന്നോ അതുപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് സെപ്പറേറ്റും, പിന്നെ ഇറ്റ്സ് റിലേറ്റഡ് ടു ഡിവിഡൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ, അതുപോലെ തന്നെ ബോണസ് ഇഷ്യൂ, ബോണസ് ഷെയർസിൻ്റെ, അങ്ങനെ ക്യാപിറ്റൽ സ്ട്രക്ചർ ആ ഒരു ഏരിയ ഉണ്ട് ചാപ്റ്റർ നമ്പർ 6 ഏറ്റവും അവസാനത്തെ. അതും എടുത്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ചോദിക്കാം. ഇനി മറ്റൊരു സജഷൻ കൂടിയും തരാനുള്ളത് സ്പെഷ്യൽ ഒരു തിയറി ചോദിച്ചിട്ടുള്ളതാണ്. സ്പെഷ്യൽ പ്രൊവിഷൻസ് applicable to assessment of companies, assessment of total income of company. അപ്പോൾ അതും ഒരു തിയറി ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. സോ നമ്മൾ ഇതൊക്കെയാണ് നമ്മൾ പാർട്ട് ബിയിൽ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 5 ചാപ്റ്ററിൽ നിന്ന് ചിലപ്പോൾ 4 ടോപ്പിക്ക് പ്രോബ്ലമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ബട്ട് കഴിഞ്ഞ പ്രാവശ്യം 4 തിയറി ഇട്ടതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അത് തന്നെ റിപ്പീറ്റ് ആവുക എന്നുള്ളത് അറിയില്ല. അതിനേക്കാൾ മുമ്പൊക്കെ 4 പ്രോബ്ലം 3 തിയറി ആയിരുന്നു.
അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു പ്രോബ്ലം, ട്രസ്റ്റിൻ്റെ ഒരു പ്രോബ്ലം, ഫേമുണ്ട്, AOP ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വലിൻ്റെ ഒരു പ്രോബ്ലം. ഇതിലേതെങ്കിലും ഒരു 3 ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ആദ്യത്തെ പറഞ്ഞതിൽ നിന്ന്. കമ്പനിയുടെ കേസിലോട്ട് വരുമ്പോൾ ടോണൈ ടാക്സേഷനോ ദെൻ കമ്പനിയുടെ പ്രോബ്ലത്തിൽ 115JBയുടെ പ്രോബ്ലമോ അതാണ് നമ്മൾ പിന്നെ പ്രോബ്ലത്തിൽ പ്രതീക്ഷിക്കുന്നത് കമ്പനിയുടെ ഏരിയയിൽ നിന്ന്. അങ്ങനെ പ്രോബ്ലംസ് ആദ്യത്തെ 5 ചാപ്റ്ററിൽ നിന്ന് 4 കിട്ടിയാൽ സൂപ്പറായി. പിന്നെ തിയറിയിലോട്ട് പോകുമ്പോൾ ടോണൈ ടാക്സേഷൻ്റെ തിയറി വരും. ദെൻ ചാപ്റ്റർ നമ്പർ 6 റിപ്പയർ റീപ്ലേസ്മെൻറ്റ്, പിന്നെ മേക്ക് ഓർ ബൈ, ഷട്ട് ഡൗൺ ഓർ കണ്ടിന്യൂ, ഓൺ ഓർ ലീസ്, ലാസ്റ്റ് ഏരിയയിലുള്ള ബോണസ് ഷെയർ, ക്യാപിറ്റൽ സ്ട്രക്ചർ, പിന്നെ ഡിവിഡൻഡ് അതിനെ റിലേറ്റ് ചെയ്തുള്ള തിയറി. ദെൻ ചാപ്റ്റർ നമ്പർ 7 സ്പെഷ്യൽ എക്കണോമിക് സോണിൻ്റെ ആണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതിൽ തന്നെ ഉള്ള മറ്റൊരു ടോപ്പിക്കാണ് ചാപ്റ്റർ നമ്പർ 6 അമാൽഗമേഷൻ, ഡീമർജർ, അതിൻ്റെ തിയറി. പിന്നെ സ്പെഷ്യൽ പ്രൊവിഷൻ ആപ്ലിക്കബിൾ ടു അസസ്മെൻറ്റ് ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് കമ്പനി. ദെൻ 184ൻ്റെ കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പാർട്ട് ബി ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രോബ്ലത്തിന് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാനേ പറയുള്ളൂ. അതാണ് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ. 4 പ്രോബ്ലം ചെറിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് 4 ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും സൂപ്പറാണ്. ആദ്യത്തെ ഒരു 5 ചാപ്റ്റർ പഠിച്ചാൽ കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് പാർട്ട് ബിയിൽ നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ. അപ്പോൾ നമ്മൾ 3 പാർട്ടിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ലാസ്റ്റ് 3 years ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, പിന്നെ എക്സാം റിലേറ്റഡ് ലൈവ് ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ എന്ത് ഡൗട്ടിനെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.